അഘോര തത്വത്തെ ഞാൻ നർമ്മദാ തീരത്ത് ഒരു ചെറിയ കാട്ടിൽ ഒരു മരത്തിൻ്റെ കീഴിൽ പൂർണ്ണ വസ്ത്രരഹിതനായി തന്നെ ഞാൻ അവിടെ കഴിഞ്ഞുകൂടിയായിരുന്നു. ഗുരു അയച്ചതാണ്. അവിടെ ഒരു സേവയ്ക്കായിട്ട് ഒരു ആശ്രമത്തിൽ മാതാജിയും വേറൊരാളും ഉണ്ട്. അദ്ദേഹത്തിന് മരണാസന്നനായിരിക്കുന്ന അദ്ദേഹത്തെ സേവ ചെയ്യാൻ വേണ്ടി ഒരു ജ്ഞാനിയാണ് എന്നെ അയച്ചിരുന്നു. അപ്പോൾ അവിടെ കഴിഞ്ഞു വരവേ ഒരു ദിവസം ഇങ്ങനെ അറിയിച്ചു, ഇങ്ങനെ ഒരാൾ എത്തിയിട്ടുണ്ട്, എന്നെ കാണണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന് എന്തോ അസുഖമാണ്. ഞാൻ വൈദ്യനാണെന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാം. അപ്പം എന്നെ അവിടെ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ സാധാരണ പോലെ, പക്ഷെ എന്തോ ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. മുറി തുറന്നകത്ത് കയറുകയും അപാരമായ ശാന്തിയുടെ അനുഭവം. ശാന്തി പറയത്തില്ലേ, ബോധം എന്ന് പറയുമല്ലോ, തൊട്ട് നോക്കാൻ പറ്റുന്ന ശാന്തിയുടെ അനുഭവം മുറിക്കുള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുക. അവനെ ദർശിച്ചപ്പോഴേ എൻ്റെ ഉള്ളിലുള്ള സകല നാഡികളും വേറെ രീതിയിൽ ഉണർന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രോമാഞ്ച കഞ്ചുകം, ആനന്ദാശ്ര പരിപ്ലുതനായെന്നൊക്കെ പറഞ്ഞ പോലെ അവൻ്റെ ദർശനം തന്നെയായിരുന്നു. പക്ഷെങ്കിലും വൈദ്യനുള്ള ധർമ്മം നിർവഹിക്കണമല്ലോ. അതിനടുത്തൊന്ന് തൊട്ട് നമസ്കരിച്ചു, നാഡി പിടിച്ചു. ഞാൻ നെട്ടിപ്പോയി. നാഡിയേ ഇല്ല. ഇതാരാ ഇരിക്കുന്നത്? സാക്ഷാത് ശിവൻ ഇരിക്കണം. അതാ എനിക്ക് ദർശനം ഉണ്ടായത്. ഞാൻ കാൽക്ക് വീണ് പൊട്ടിപ്പിടിച്ചു, പൊട്ടിക്കളഞ്ഞു. എന്തിനെ ഈ പരീക്ഷിക്കുന്നത്? ഇതൊന്നും പറഞ്ഞില്ല. ഒന്നും മനോഹരമായിട്ട് പുഞ്ചിരിച്ചു. 2 കൈയും തലയിലേക്ക് വെച്ചു. ഞാൻ ആ മുറിയിൽ പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായില്ല. ഞാൻ സമാധിയിലേക്ക് ആണ്ടുപോയി. ആഴ്ന്ന് അവിടെ ഇരിക്കുക. അവൻ പിന്നെ പൊതിനെ ഞാൻ കണ്ടിട്ടുമില്ല, ഒന്നും കണ്ടില്ല. അതേ തുടർന്ന് അഘോര വൃത്തിയായ എന്നിൽ ഉണർന്നു വന്നത്. അഘോര മന്ത്രം ഉണർന്നു, അഘോര ചര്യകൾ ഉണർന്നു, അഘോര ധ്യാനങ്ങൾ ഉണർന്നു. ചാമുണ്ടിയായിരുന്നു നമ്മളുടെ ശക്തി മാർഗത്തിലൂടെ നമ്മുടെ ഗുരുവിൻ്റെ സാധനയിലേക്കൂടെ പോയിരുന്നത്, ഗുരുദേവന്റെ. ഇത് നേരെ ശിവസാധനയിലേക്ക് നേരെ കടന്നു.